അപ്പോൾ ഗൈസ് ഇന്ന് ഞങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തക്കാളി, സവാള, പിന്നെ ഉപ്പ് റോസ്റ്റ് ആക്കിയിട്ട്, പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റ് ആക്കിയത്, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ് ഇതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു മുളകിൻ്റെ പീസ് ഇട്ടെടുക്കുക. പിന്നെ നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. അതൊരു റോസ്റ്റ് വിധമായിട്ട് പാവണം. എല്ലാം ഇളക്കിയെടുക്കുമ്പോൾ ഒരു 2 വിസിലൊക്കെ അടിക്കുമ്പോഴത്തേന് ആവും. അപ്പം അതിന് മുമ്പ് ഇതിൽ ചിക്കൻ ഉണ്ടല്ലോ, അപ്പോൾ ആദ്യം മുളക് ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പില, കറി ലീഫ് എന്നൊക്കെ പറയണ ഇതിട്ട് കൊടുക്കുക. പിന്നെ നല്ലതായിട്ട് ഇളക്കുക കേട്ടോ. നല്ല ഇളക്കണം. നല്ല ഇളക്കി കഴിഞ്ഞാൽ കുറച്ച് ഗ്യാസ് സ്ലോ ആക്കുക. ഇളക്കി കഴിഞ്ഞാൽ നല്ല പോലെ ഇളക്കണം കേട്ടോ. ആണ്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു പരിവാക്കണം. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല അടിപൊളി ചിക്കനാട്ടോ. കണ്ടാൽ തന്നെ വായിൽ വെള്ളം വരുന്ന ചിക്കനാണ്. അപ്പോൾ അതാദ്യം നമുക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാതും ഇട്ട് കൊടുക്കുക. എല്ലാം കഴുകിയിട്ട് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ചിക്കൻ ഇടുമ്പോൾ കൈ പൊള്ളരുത്. പിന്നെ ഇങ്ങനെ ഇളക്കി മറിക്കുക. പിന്നെ നല്ല ഇളക്കിയിട്ട് പിന്നെ അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിലൊക്കെ ആകുമ്പോഴത്തേന് അതെടുക്കണം. 2 വിസിൽ എടുക്കുക. പിന്നെ നല്ല അടിപൊളി മോനെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ഇളക്കി നോക്കാം. കണ്ടിട്ട് തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കൊരു ബൗളിലാക്കിയിട്ട് പിന്നെ കുബൂസോ പൊറോട്ടയൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ കണ്ണൂല്ല അതവിടെ തിന്നല കേട്ടോ പരിപാടി. അവിടെ തിന്നുമ്പോൾ എന്താ മോനെ ടേസ്റ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യണില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യട്ടോ. എന്താണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യടോ. പിന്നെ അതിൻ്റെ കുറച്ച് സാധനങ്ങളായിട്ട് സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യും.